ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞങ്ങൾ ഇന്നിപ്പോൾ മൂന്നാറിലാണ് കേട്ടോ ഉള്ളത്. എന്നെ ഫുള്ളായിട്ട് ഇവിടെ നിന്ന് കാണുന്നുണ്ടോ? കണ്ടോ? എനിക്ക് വ്ളോഗ് എടുത്തിരുന്ന റോസും ചേച്ചിയാണ് കേട്ടോ. ഞാൻ ചോദിച്ചു എനിക്കൊരു വ്ളോഗ് എടുത്തു തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ സ്കൈലാർക്ക് ഹോളിഡേ റിസോർട്ടിലാണ് കേട്ടോ. ഇത് ചേട്ടന്മാരുടെ ഐഡിയയിൽ ജോമോൻ അതൊന്നുമല്ല ജോമോൻ കണ്ടുപിടിച്ച റിസോർട്ടാണ് കേട്ടോ. സംഭവം ഞങ്ങൾ എന്ന് പറഞ്ഞു. പക്ഷെ വന്നപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ. ഇത് നമ്മൾ കയറുമ്പോൾ തന്നെ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് നല്ല വലിയൊരു ഞാൻ സ്വപ്നത്തിൽ കണ്ടൊരു വാഷ്റൂമാണ് കേട്ടോ. വരൂ മകളെ, വരൂ, കമോൺ. നല്ല ഒരു ബിഗ് വാഷ്റൂമാണ് കേട്ടോ. ടൈൽസും കാര്യങ്ങളൊക്കെ നല്ല കളർഫുൾ ആയിട്ടുണ്ട്. ഇവിടെ ബാത്തിങ് ഏരിയ, ഇവിടെ നമ്മൾ ക്ലോസറ്റും കാര്യങ്ങളും, ഇവിടെ വലിയൊരു മിററും നമുക്കൊന്ന് റെഡി ആവാനും അല്ലെങ്കിൽ ഹെയർ ഡ്രയർ ഒക്കെ ഫിക്സ് ചെയ്യാനായിട്ടുള്ള മിററും കാര്യങ്ങളും പ്ലഗ് പോയിന്റ്സും ഒക്കെ ഉണ്ട്. ഡ്രയർ ഒക്കെ ആയിട്ട് വരുന്നവർക്ക് സുഖമായിട്ട് റെഡി ആവാട്ടോ അവിടെ. പിന്നെ അത് കഴിയുമ്പോൾ ബായോ നല്ല മീൻസ് ഇവിടെ വരുമ്പോൾ ജസ്റ്റ് ഒരു കോറിഡോർ പോലെയാണ്. ഇവിടെ നമ്മുടെ ബാഗ് സാധനങ്ങളും ചെരുപ്പും ഒക്കെ വെക്കാം കേട്ടോ. നല്ലൊരു വാർഡ്രോബും കാര്യങ്ങളുണ്ട്. നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. എല്ലാ സംഭവങ്ങളും ഇതിനകത്തുണ്ട്. നമുക്ക് പെൺപിള്ളേർക്ക് ഏറ്റവും ഇഷ്ടം ഒരുങ്ങാനാണ്. അപ്പൊ നല്ലൊരു ഡ്രസ്സിംഗ് ടേബിൾ ഉണ്ട്, ഡ്രോയർ ഉണ്ട്. നല്ലതാണ് കേട്ടോ. ഇത് പ്രൊമോഷൻ അല്ല, എനിക്കിതുമായിട്ട് യാതൊരു ബന്ധമില്ല. ഇനിയിപ്പോ ഞാൻ റൂം ടൂർ ചെയ്യുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇത് ഞാൻ പ്രൊമോഷൻ പിടിച്ചിട്ട് വന്നാണെന്ന്. ഒരിക്കലും അല്ല. ഇത് പൈസ ചക്കക്കുരു പോലെ എണ്ണി കൊടുത്തിട്ട് വന്ന് താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ. പിന്നെ നമുക്കിത് ഇവിടെ ഒരു ബെഡും കാര്യങ്ങളൊക്കെയാണ് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നല്ല കളർ കോമ്പോ ഒക്കെ നല്ല നല്ല പ്രിന്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഫ്രെയിം ഒക്കെ ഉണ്ട്. മൂന്നാർ ത്രൂ ടൈപ്പ് ലിപ്സ് ഓൺ ദി പാസ്റ്റ് കൊള്ളാം. രണ്ട് സൈഡിലും ചാർജിങ് പോയിന്റ് ഉണ്ട്. ഞങ്ങൾ എവിടെ പോയാലും ഒരു സൈഡ് മാത്രമേ കാണുള്ളൂ. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ഉണ്ട്. പിന്നെ നല്ലൊരു TV യൂണിറ്റ് ഉണ്ട്, അത് വെക്കാനുള്ള സാധനങ്ങളുണ്ട്. ഇവിടെ കെറ്റിലുണ്ട്. ഞങ്ങൾക്ക് എന്നെ സംബന്ധിച്ച് ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ കെറ്റിൽ വേണം എവിടെ പോയാൽ. കാരണം പിള്ളേർക്ക് വെള്ളം തിളപ്പിക്കാനും ഒക്കെ ആയിട്ട് വേണം. പിന്നെ ഗ്ലാസും കാര്യങ്ങളും, പിന്നെ നമ്മുടെ നോർമൽ കോഫി പൗഡർ, ടീ ബാഗ്, പാൽപ്പൊടി. പിന്നെ ഇവിടെ കബോർഡ്സ് കാര്യങ്ങളുണ്ട്. ഇവിടെ ഫ്രിഡ്ജ് ഉണ്ട് കേട്ടോ. ഫ്രിഡ്ജിന്റെ യൂണിറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ടേബിൾ ഉണ്ട് നമ്മുടെ ലഗേജും കാര്യങ്ങളും ഒക്കെ വെക്കാനായിട്ട്. പിന്നെ ഇവിടെ ഒരു സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല അടിപൊളി ബാൽക്കണി ഉണ്ട് കേട്ടോ. ഇവർക്ക് സത്യം പറഞ്ഞാൽ എവിടെയെങ്കിലും ട്രിപ്പ് വന്നാൽ പൂളാണ് നിർബന്ധം. പൂളില്ലാണ്ട് ഒരു പരിപാടി ഇവർക്കില്ല. ലൈറ്റ് എഴുതാന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എല്ലാവരും ഇവിടെ പൂളിൽ ഇവിടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ആയിട്ടില്ല, കുറച്ച് പേരായിട്ടുണ്ട്. ടോമും ഉണ്ണിക്കുട്ടിനും ഒക്കെ ചാടിയിട്ടുണ്ട് കേട്ടോ. പാട്ടുണ്ട്. കോപ്പറേറ്റ് കിട്ടി ഞാൻ പെട്ടു. കോപ്പറേറ്റ് വന്നാൽ ഞാൻ പിന്നെ ഉപേക്ഷിച്ചു. ഇനിയിപ്പോ നമുക്ക് തിരിച്ചു ഇവിടെ കസേരയും ടേബിളും ഒക്കെ ഉണ്ട്. രാവിലെ ഞാൻ ഇതിന്റെ വ്യൂ കാര്യങ്ങളും കാണിച്ചു തരാം. ഇപ്പോഴത്തേക്ക് നമ്മുടെ റൂം ഇതാണ്. ലൈറ്റിങ്സ് ഒക്കെ ഇവർക്ക് ഇഷ്ടമാണ്. ഇവർ ഭയങ്കര വീട് അറേഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഭയങ്കര സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് ഇഷ്ടമാവും. നമുക്കുള്ള വീട്ടിൽ എന്തെങ്കിലും സെറ്റ് ചെയ്യാന്നേ ഉള്ളൂ. അവർ നല്ല പോലെ ചെടിയുടെ ആരാധകയാണ്. ചേച്ചി ഭാവിയിൽ യൂട്യൂബ് ചാനൽ തുടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. വീട് നിറച്ച് കുറേ ചെടികളുള്ള ആളാണ്. അത് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യും ജോലി ഇടയിലും അല്ലേ. അതിനു വേണ്ടി ചേച്ചി ടൈം കണ്ടെത്തി. നല്ല രസം കാണാനായിട്ട്. CC പ്ലാന്റ് ഇതോ കുറേ ഉണ്ട്. അപ്പോൾ ഇതാണ് ഡേ 1. ഞങ്ങളിപ്പോൾ രാത്രി വന്നിട്ടുള്ളത്. ഇടയ്ക്ക് നമ്മൾ കുറേ സ്പോട്ടിൽ കയറി എൻജോയ് ചെയ്ത്. അതൊന്നും ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല. നാളെ എന്തെങ്കിലും എടുക്കുമായിരിക്കും അല്ലേ. ചേച്ചി എടുത്തില്ലേ? ഇനിയിപ്പോൾ ചേച്ചി എടുത്തിരുന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി നേരെ പൂളിൽ പോവാം. ഫുഡ് അടിക്കണം. ഫുഡ് നമ്മൾ റൂമിലേക്കാണ് ഓർഡർ ചെയ്യുന്നത്. സമാധാനപരമായിട്ട് കഴിക്കാം. അപ്പോൾ തൽക്കാലത്തിനുള്ള പ്ലാൻ ഇതാണ്. നമുക്ക് വേഗം താഴോട്ട് പോയാൽ ചേട്ടന്മാരെ ഞങ്ങൾ ഡിവോഴ്സ് ചെയ്യും. അപ്പോൾ ഈ ഒരാളെ കണ്ടുവച്ചോട്ടോ. ഇതാണ് ജോബിൻ ചേട്ടൻ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വളരെ യാദൃശ്ചികമായിട്ട് ഞാൻ എടുത്തു തുടങ്ങിയ ഒരു വീഡിയോ ആണ്. അപ്പോൾ താഴെ എല്ലാവരുമായിട്ട് എൻജോയ് ചെയ്യാൻ പോയപ്പം ഒരാൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്ന് അവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചതാണ്. അപ്പോൾ കുഴപ്പമില്ലെന്ന് പറഞ്ഞ ഒരാളുടെ ഒരു എൻട്രി വന്നു. അപ്പോൾ ഈ ഒരു റിസോർട്ടിൻ്റെ വൺ ഓഫ് ദി ഓണർ എന്ന് വേണമെങ്കിൽ പറയാം. അധികം ഞാൻ എലാബറേറ്റ് ചെയ്യുന്നില്ല. എനിക്കിത് പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോയാൽ അതും ബുദ്ധിമുട്ടാവും. ഇതാണ് അവിടുത്തെ റെസ്റ്റോറൻറ്റ് കേട്ടോ. ഫുൾ കാടും മേടും കുന്നും മലയാണ് കേട്ടോ. അപ്പോൾ രാത്രി നമുക്ക് ബുഫേ ഉണ്ട്. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ ഫുഡ് ആവശ്യത്തിനുള്ളത് ഓർഡർ ചെയ്ത് കഴിക്കുകയായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ള ഓർഡർ ചെയ്ത് കഴിക്കുകയായിരുന്നു. അപ്പോൾ എന്താണ് ഞാൻ പറയാൻ വന്നത്? നമ്മുടെ ജോബിൻ ചേട്ടൻ പോണാണ്ടോ. ഞാൻ പറഞ്ഞില്ലേ ആദ്യം തന്നെ പറഞ്ഞ പോലെ ചേട്ടന്മാരാണ് ഇതെല്ലാം പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തത്. അപ്പോൾ ഞാൻ അപ്പോൾ ഡോൺചേട്ടൻ പറഞ്ഞു നീ വീഡിയോ എടുത്തോ, നീ വീഡിയോ എടുക്കാതിരിക്കേണ്ട എടുത്തോ എന്ന് പറഞ്ഞു.
അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ഒരു കോമ്പൗണ്ട് വരുന്നത്. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ ആണ്. താഴെ പൂളും അതുപോലെ തന്നെ ക്യാമ്പ് ഫയറിൻ്റെ സെറ്റിങ്സൊക്കെ അവരവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു റിസോർട്ടിൽ വന്നിട്ട് ഏറ്റവും പോസിറ്റീവായിട്ട് കണ്ട് അല്ലെങ്കിൽ നമുക്ക് പിന്നെയും ചെല്ലാം എന്ന് തോന്നിയ ഒരു നമുക്ക് ഇൻസ്പയർ ആവുന്ന ഒരു വ്യക്തിയാണ് ജോബിൻ ചേട്ടൻ. ഞാൻ പുകഴ്ത്തി പറയുകയോ ഒന്നുമല്ല. സച്ച് എ പ്യോർ സോൾ എന്നൊക്കെ പറയുന്നത് ഇതാണ് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ആളുടെ ക്യാരക്ടർ വൈസും ബിഹേവിയറും ആൾക്കാരുള്ള ഇടപെടലും ഒക്കെ ഇഷ്ടമായി. അപ്പോൾ ഞങ്ങൾക്ക് പോയ സമയത്ത് കോട കാണാനും കോട കയറുന്നതൊക്കെ കാണാനുള്ളൊരു ഭാഗ്യം കിട്ടി. നമ്മളിവിടെ നിന്ന് ചൂടത്ത് പോയതിൻ്റെ ആണെന്ന് തോന്നുന്നു. അവിടെ ചെന്നപ്പോൾ ചെറിയൊരു മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ മറ്റേ ക്യാമ്പ് ഫയറിനൊന്നും പോയില്ല, കാരണം പിള്ളേരുമായിട്ട് ഞാൻ റൂമിലിരുന്നു. ചാക്കോച്ചനെ അങ്ങനെ നമുക്ക് പുറത്തിറങ്ങി അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് അങ്ങനെ കോടയിലൊന്നും ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ച് അവനെ വെച്ചൊരു റിസ്ക് എടുക്കാൻ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ബാൽക്കണിയിൽ നിന്ന് കണ്ടുകൊണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ചെന്ന് കഴിഞ്ഞിട്ടും ഒരു ബസ് നിറയെ ആൾക്കാർ വന്നിറങ്ങി യാതൊരു പ്രതീക്ഷയുമില്ലാതെ ഒരു പോയ സ്ഥലമാണ് കേട്ടോ, സത്യസന്ധമായിട്ട് പറയാമല്ലോ. പക്ഷേ ഈ ഒരു റേഞ്ചിൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ ഒരു 5 സ്റ്റാർ സെറ്റപ്പ് എന്ന് പറയുന്നത് റൂംസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഫെസിലിറ്റീസ് ആയാലും സ്റ്റാഫ് ആയാലും ഒക്കെ. നമ്മൾ ഈ എടുത്ത റൂമിന് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ആയാലും നല്ല യമ്മി ബ്രേക്ക്ഫാസ്റ്റ്, മിൽക്ക് ഷേക്ക് അടക്കമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാത്തിനും അതിൻ്റേതായ ഒരു ക്വാളിറ്റി അതിനുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും വളരെ എൻജോയ് ചെയ്ത് ആ ഷേക്കിൽ നട്ട്സ് കടിച്ചിട്ട് നമുക്ക് അത്രയും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ദോശ, ഇഡ്ഡലി, ഉപ്പുമാവ്, സാമ്പാർ, 3 തരം ചട്നികൾ, ഉപ്പുമാവ്, കടലക്കറി, മുട്ട പുഴുങ്ങിയത്, അങ്ങനെ ഒക്കെ ആയിട്ട് ഒരു 5 സ്റ്റാർ സെറ്റപ്പിൽ തന്നെ ഒരു സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ ഇനിയും ബിൽഡിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വലിയ ഹൈപ്പൊന്നും കൊടുത്തിട്ടില്ലെന്നാണ് ജോബിൻ ചേട്ടൻ പറയുന്നത്. പക്ഷെ അവർക്ക് എപ്പോഴും ഗസ്റ്റും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ചെല്ലുമ്പോൾ ഞാൻ രാവിലെ കണ്ണ് തുറക്കുമ്പോൾ കേൾക്കുന്നത് ഒരു കുർബാനയുടെ പാട്ടാണ്. ഞാൻ പിന്നെ വീട്ടിൽ വന്നു പള്ളിയിൽ പോയോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ ഈ പറയുന്ന ജോബിൻ ചേട്ടൻ വളരെ നല്ലൊരു ഗായകനാണ് കേട്ടോ. അപ്പോൾ രാവിലെ കുർബാനയൊക്കെ വെച്ച് കേട്ട് അവിടെ നിന്ന് ഭക്തിഗാനം പാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ വന്ന ടീമും പാലായിൽ നിന്ന് വന്നതാണ്. അതിൽ 2-3 ചേട്ടന്മാർ ഭയങ്കര പാട്ടും മേളവും ഒക്കെ ആയിട്ട് നല്ല ഇതാണ്. നമ്മുടെ റെസ്റ്റോറൻറ്റിൽ വന്നാലും ക്യാരംസും ഗെയിംസും ചെസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ബോറടിക്കില്ല. അങ്ങനെ ഞാൻ ചോദിച്ചു ഇവിടുത്തെ കുറച്ച് വീഡിയോസ് എടുത്തോട്ടെ എന്ന്. എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കുറച്ച് പേരിലെങ്കിലും അത് എത്തിക്കണം എന്നെനിക്ക് തോന്നി. അപ്പം ജോബിൻ ചേട്ടനോട് ചോദിച്ചപ്പോൾ ജോബിൻ ചേട്ടൻ 2 കൈ നീട്ടി സ്വീകരിച്ചു. അതിനെപ്പോൾ എന്താ നമുക്ക് വീഡിയോ എടുക്കാമല്ലോ എന്ന്. നല്ലൊരു വീഡിയോ എടുക്കുന്ന ഒരാളും കൂടി, വീഡിയോഗ്രാഫർ എന്ന് പറഞ്ഞാൽ മോശമല്ലേ, നല്ലപോലെ വീഡിയോ എടുക്കുന്നൊരു വ്യക്തിയാണ്. നിമിഷം നേരം കൊണ്ടാണ് വീഡിയോസ് എടുത്ത് എഡിറ്റ് ചെയ്ത് തരുന്നതൊക്കെ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു തന്നെ എനിക്ക് എഡിറ്റ് ചെയ്ത് തന്നൊരു വീഡിയോ ഞാൻ നിങ്ങൾക്കായിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ആയിട്ട് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതേ രാവിലെ ആളിങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്, യാതൊരു മടിയില്ല. അപ്പോൾ പാട്ട് പഠിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷേ പാടുന്നത് വളരെ സിൻസിയറായിട്ടാണ് പാടുന്നത്. പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ജിജോ ചേട്ടൻ പാടുമെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ജോമോൻ പാടുമെന്നുള്ളത് നമ്മുടെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പം അത് ചേട്ടൻ കൂടെ പാടാനും ആൾക്കാരെ വിളിക്കുന്നുണ്ട് കേട്ടോ. ചേട്ടൻ തന്നെ ഇരുന്ന് പാടുകയല്ല, എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ജിജോ ചേട്ടൻ പാടി. അപ്പോൾ അതേ ജോമോൻ പറഞ്ഞു ഞാൻ പാടിയിട്ടപ്പം ഡോൺ ചേട്ടന് പോലും അറിയില്ലായിരുന്നു ജോമോൻ ചേട്ടൻ പാട്ട് പാടുമെന്നുള്ളത്. ഞാനും അവിടെ വെച്ചിട്ടാണ് അറിയുന്നത് ജോമോൻ ചേട്ടൻ പാട്ട് പാടുമെന്നുള്ളത്. അങ്ങനെ ഓരോരുത്തരായിട്ട് പാട്ട് പാടി. അതും കണ്ടോ വളരെ കാര്യമായിട്ടിരുന്ന് അത് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി. അപ്പം അവരുടെ പുതിയ ബിൽഡിങ്ങിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ, അതായത് ഓപ്പൺ ടെറസിൽ സെറ്റ് ചെയ്യുന്നൊരു സംഭവമാണ്. നല്ലൊരു വ്യൂ ആണ്. അത് ഈ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ബിൽഡിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുള്ളൂ, പക്ഷെ നമുക്ക് ആ വ്യൂ കാണുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടമാവും കേട്ടോ. അങ്ങനെ അവർ തകൃതിയിൽ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ പറയുകയാണ്, ഇത് മൂന്നാർ ചിന്നക്കനാലിലുള്ള സ്കൈലാർക്ക് പ്രീമിയം റിസോർട്ട്സ് ആണ് കേട്ടോ. അപ്പം ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വെക്കേഷനിൽ പോകണമെന്നുണ്ടെങ്കിൽ ഒട്ടും മിസ്സാക്കരുത് കേട്ടോ. സ്പോട്ട് ഫ്രീഡമായിട്ട് നിങ്ങൾക്ക് യാതൊരു റെസ്ട്രിക്ഷനും ഇല്ലാതെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ് സ്കൈലാർക്കിൻ്റെ ഈ ഒരു റിസോർട്ട് എന്ന് പറയുന്നത് കേട്ടോ. യാതൊരു റെസ്ട്രിക്ഷൻസോ, പല സ്ഥലങ്ങളിലും ഞങ്ങൾ പോയിട്ടുണ്ട്, പലതരം സംഭവങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഫ്രീഡം കൊടുക്കുന്നതുകൊണ്ടാണോ എന്താണെന്ന് അറിയത്തില്ല, എല്ലാവരും അവരുടേതായ കാര്യങ്ങൾ നോക്കി
രാത്രി വരെ ഇരുന്ന് എൻജോയ് ചെയ്യുന്നുണ്ട്, പൂളിലൊക്കെ ചാടുന്നുണ്ട്, ഒന്നും ഇതില്ല. അതുകൊണ്ടായിരിക്കണം മേ ബി അവർക്ക് ഇത്രയും ഹൈപ്പ് കൊടുക്കാഞ്ഞിട്ട് പോലും ഗസ്റ്റുകൾ വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നും കൂടെ പോയാൽ കൊള്ളാം എന്ന് തോന്നിയ ഒരു സ്പോട്ട് സ്കൈലാർക്കാണ് കേട്ടോ. അപ്പോൾ ദേ ജോമോൻ്റെ വക പാട്ട് ഇതൊന്നും എനിക്ക് ഇടാൻ പറ്റില്ല, കാരണം കോപ്പിറൈറ്റ് ഉണ്ട്. ഇനി ആ ഒരു റൈറ്റും കൂടെ എനിക്ക് കിട്ടിയാൽ നല്ല റൈറ്റ് ആവും. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒരു 9:30 9:45 വരെയാണ് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത്. അപ്പോൾ അടുത്ത ഒരാൾ പാട്ട് പാടാൻ വന്നിട്ടുണ്ടായിരുന്നു, ആളെയും പാട്ട് പാടാൻ ഏൽപ്പിച്ചു. ഇത് ബാൽക്കണിയിൽ നിന്നുള്ള രാവിലത്തെ വ്യൂ ആണ് കേട്ടോ. നിങ്ങൾ ഇന്നലെ രാത്രിയല്ലേ കണ്ടത്, നല്ല ഒരു വ്യൂ ആണ് കേട്ടോ. നല്ല റീസണബിൾ ആയിട്ടുള്ള ഒരു റൂമാണ് നമുക്ക് കിട്ടിയത്. റൂമിലെ ഫെസിലിറ്റീസൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഞാൻ പിന്നെ ഒന്ന് കാണാനായിട്ട് വന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ റിപ്പീറ്റ് കയറി വന്നോന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് സ്റ്റാഫായാലും ഫുൾ ടൈം ചിരിയാണ്. ഒരാൾ നിൽക്കണേൽ ഓട്ടമാണ്, ഫുൾ ടൈം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിള്ളേരുടേതായ രീതിയിൽ തരുന്നത് അതെല്ലാം കാണുന്നത് ഇവരുടെ ബിൽഡിങ്ങാണ്. ഇവർ ഫാമിലി ആയിട്ട് എനിക്ക് തോന്നുന്നു 3 ബ്രദേഴ്സാണെന്ന് തോന്നുന്നുള്ളത്, പാലക്കാരാണ് കേട്ടോ. അങ്ങനെയാണ് ഞങ്ങൾ സംസാരിച്ച് തുടങ്ങിയത്. പിന്നെ നല്ല കമ്പനിയായി ജോബിൻ ചേട്ടനുമായിട്ട്. ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്ത ഒരു ബിൽഡിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ ജോബിൻ ചേട്ടനെയും കൊണ്ട് താഴെയൊക്കെ, ഞാൻ ഇന്നലെ പോയില്ലല്ലോ, ജോബിൻ ചേട്ടനെ കൊണ്ട് ഇറങ്ങിയാണ്. അപ്പം ജോബിൻ ചേട്ടൻ പറഞ്ഞു ഞാൻ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് തരാം. ആൾ ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ. അപ്പോൾ സ്കൈലാർക്ക് പ്രീമിയം റിസോർട്ട്സ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം മിസ്സാക്കരുത്, ഒന്ന് ഫോളോ ചെയ്താൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ആഗ്രഹം വരും. പോരാത്തതിന് മെയ് ഏപ്രിലൊക്കെ വെക്കേഷനാണ്, പിള്ളേരുമായിട്ട് ചില്ല് ചെയ്യാൻ പോകാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. എവിടെ പോയിരുന്നാലും ആംബിയൻസ് ആണ് ഇവിടുത്തെ പ്രത്യേകത, അതാണ്. അപ്പുറത്ത് പൂൾ വില്ല പണിതുകൊണ്ടിരിക്കുകയാണ്. ഇത് പിള്ളേരുടെ ഒരു പ്ലേ ഏരിയ ആണ്. ഇവിടെ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പ്രത്യേകത, ഇവിടെ ഒരു കേവ് റൂമുണ്ട് കേട്ടോ. അപ്പോൾ കപ്പിൾസിനായിരിക്കും അത് കൂടുതലും നല്ലത്. പിള്ളേരുമായിട്ടൊന്നും പോയി താമസിക്കാൻ പറ്റില്ല. അവർ ഭാര്യയും ഭർത്താവൊക്കെ ആയിട്ട് പോവുകയാണ്, ഓക്കെ. അല്ലാണ്ട് അവിടെ ആ റൂമിൽ പറ്റില്ല കേട്ടോ. കാരണം എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് കേവ് റൂമിൻ്റെ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ എല്ലാം ഒരു കാട് ചെടി തീമാണ് ഫുൾ ഞാൻ കണ്ടിടത്തോളം. അപ്പോൾ ഇത് അവരുടെ റിസപ്ഷനിലേക്കുള്ള വഴിയാണ് കേട്ടോ. അതുവരെ എന്ത് ബ്യൂട്ടിഫുള്ളായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് നോക്കിക്കേ. അപ്പം ജോബിൻ ചേട്ടൻ പറഞ്ഞിട്ട് കേവ് റൂം കാണാനായിട്ട് പിള്ളേരെ വിളിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ സ്പ്രിങ് ചേട്ടൻ കേട്ടോ, ഓടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഞാൻ റൂമിൽ കയറുകയാണ്. അപ്പോൾ കയറുമ്പോൾ തന്നെ ഒരു പാലത്തിനിടയിൽ വെള്ളവും ഒക്കെ ആയിട്ടുള്ളൊരു റൂമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് ക്യൂട്ട് ഫുൾ പാറയുടെ ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ഈ ഭിത്തിയിൽ കാണുന്നത് മാത്രം പാറയാണ്, ഒറിജിനലാണെന്നാണ്. കുറച്ച് പാറയുണ്ടായിരുന്നാണ് ജോബി ചേട്ടൻ പറഞ്ഞത്. ബാക്കി ഫുൾ അവർ സെറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ റൂമിൽ കിടക്കുമ്പോൾ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അങ്ങനെ ഒരു എല്ലാ ഫെസിലിറ്റീസും ആ റൂമിലുണ്ട്. TV ആയിക്കോട്ടെ, കെറ്റിൽ, ഫുഡ് കഴിക്കാനുള്ള ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. ഫോണും കാര്യങ്ങളും ബെഡും ഒക്കെ ഉണ്ട്. നല്ലൊരു കൂളിങ്ങും അതേസമയത്ത് ഒരു ചൂടും കിട്ടുന്ന ഒരു സ്ഥലമാണിത്. ഇതുകൊണ്ട് ഇവിടെ നിന്ന് ചായയും കാപ്പിയൊക്കെ കുടിക്കാം. കെറ്റിൽ, TV, ഞാൻ പറഞ്ഞ TVയും കാര്യങ്ങളും ഉണ്ട്. അതിനകത്തൊരു മരത്തിൻ്റെ ഒരു സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നന്നായിട്ടില്ലേ. പിന്നെ ഇവിടെ ഒരു ഫാൻ മേടിച്ചത്, അഥവാ നിങ്ങൾക്ക് ചൂടാന്ന് ഫീൽ ചെയ്തിടാനായിട്ട്. പിന്നെ അത് തീ കത്തിക്കണ ഏരിയ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഇവിടെ ഒരു കോർണർ സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു സ്റ്റാൻഡാണ്. പിന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാഷ്റൂമാണ് കേട്ടോ. അതും കേവ് റൂമായിട്ട് ഭയങ്കര സിമിലാരിറ്റീസ് ഉള്ള സംഭവങ്ങൾ വെച്ചിട്ടാണ്. ഈവൻ ക്ലോസറ്റ് പോലും ബ്ലാക്ക് കളറായിരുന്നു കേട്ടോ. അത് ഷവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചൂടുവെള്ളമൊക്കെ നമുക്ക് 24 hours അവൈലബിൾ ആണ്. കാരണം നല്ല തണുപ്പാണ്. ഇത് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു കേവ് റൂമിൽ താമസിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് പിള്ളേരുള്ളതുകൊണ്ട് ഇതിലങ്ങനെ കിടന്നുറങ്ങാൻ പറ്റില്ല കേട്ടോ. അപ്പം ജോബിൻ ചേട്ടൻ പറഞ്ഞു കൂടുതലും കപ്പിൾസ് തന്നെയാണ് ഇതെടുക്കാറെന്ന് പറഞ്ഞു. അതൊരു പാക്കേജാണ്. കേവ് റൂം ശരിക്കും ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ആയിട്ട് വരുന്നൊരു പാക്കേജാണ്. ഞങ്ങൾ ചെന്നന്ന് ആക്ച്വലി ഒരു കപ്പിൾസ് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അന്ന് രാവിലെ അവർ വെക്കേറ്റ് ചെയ്ത് പോയതാണ്. അപ്പോൾ ക്ലീൻ ചെയ്തിട്ടുള്ളതാണ്. കാരണം വെരി നെക്സ്റ്റ് ആഫ്റ്റർനൂൺ വേറൊരു ഗസ്റ്റ് വരുന്നുണ്ട്. അപ്പം എന്നോട് പറഞ്ഞു റിസപ്ഷൻ ഒന്ന് കയറി കണ്ടു നോക്കൂ എന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞു അതിനിപ്പോൾ എന്താ കാണാം. കാരണം ഞങ്ങൾ എല്ലായിടത്തും പോയി കാണണം എന്ന് വിചാരിച്ചിരുന്നതാണ്. കാരണം തലേന്ന് തന്നെ ഡോൺ ചേട്ടൻ റിസപ്ഷനിൽ പോയിട്ട് വന്നിട്ട് പറഞ്ഞു നല്ല അടിപൊളി റിസപ്ഷനാണെന്ന്. പിന്നെ ഈ വൈറ്റ് ചെയർ ഡോൺ ചേട്ടനല്ല, ബാക്കി 3 ചേട്ടന്മാർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. അപ്പോൾ ഇതാണ് അവരുടെ റിസപ്ഷൻ എന്ന് പറയുന്നത്. മരവും ഇലയും കാടും ചെടിയും ഒക്കെ ആയിട്ട്
അപ്പോൾ ഇവിടെയും റൂംസും ഉണ്ട് കേട്ടോ. അത് താഴെ ഒരു റൂം, 2 റൂംസ് താഴെയുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് അവരുടെ റിസപ്ഷനൊക്കെ സെറ്റ് ചെയ്തിട്ടൊരു ബുക്സ് വേണമെങ്കിൽ ബുക്സ് ഉണ്ട്. അവിടെ ഇരുന്ന് റിലാക്സ് ചെയ്യാം, മരത്തിൻ്റെ അടിയിൽ ഇരുന്നെന്നുള്ളൊരു ഫീലിങ്സും കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊക്കെ റൂമാണ്. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നും ചേട്ടനോട് ചോദിക്കുമായിരുന്നു എങ്ങനെയാണ് സംഭവങ്ങൾ എന്നൊക്കെ ഉള്ളത്. നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുകയൊക്കെ ചെയ്യാൻ പറ്റും. കോൺടാക്ട് നമ്പർ എൻ്റെ കയ്യിൽ ഇല്ല, നോക്കട്ടെ ഞാൻ എന്തായാലും ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഇടാം. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ സെറ്റ് ചെയ്യാൻ പോകുന്ന ബിൽഡിങ്ങിൽ നിന്നുള്ള വ്യൂ. അതായത് കൊടയൊക്കെ വെച്ചിട്ടുള്ള ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ. അപ്പോൾ ഇതാണ് പിന്നെ ആനവരൽ എന്തിട്ട് ഡാമായിരുന്നു അത്, ആനയും സ്വന്തമായിട്ടുള്ളൊരു പേരുള്ള ഡാമാണ് കേട്ടോ. നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ജോബി ചേട്ടന് കോൾസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു റിവ്യൂ കോൾ കേട്ടു. ഒരു ഫോറിനേഴ്സ് വന്ന് താമസിച്ചതിൻ്റെയൊക്കെ, അതായത് നമ്മൾ ലൈവായിട്ട് കേക്ക് കാണണം, ബുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ ഒരു ചെറിയ രീതിയിലൊരു അഡ്വഞ്ചർ പാർക്കൊക്കെ അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ മൂന്നാർ പോയി സ്കൈലാർക്കിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് എവിടെയും പോകേണ്ടി വരില്ല. അവിടെ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ പൂൾ വില്ല സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുള്ള കുളം കുത്തിക്കൊണ്ടിരിക്കുക ഒക്കെയാണ്. ഞങ്ങളപ്പോൾ അങ്ങനെ അവിടെ നിന്നൊക്കെ ഒരു 11 മണിയായപ്പോൾ ചെക്ക് ഔട്ട് ചെയ്ത് ഇതേ ഇറങ്ങി. അപ്പോൾ രാവിലെ അത് ഞങ്ങൾ പോയ വഴിയിലുള്ള വ്യൂ ഞങ്ങൾ രാത്രിയാണല്ലോ പോയപ്പോൾ കാണുന്നില്ലായിരുന്നു. അപ്പോൾ രാവിലെ ഞങ്ങൾ പോയപ്പോൾ കണ്ട വ്യൂ നല്ല കിടുക്കാച്ചി വ്യൂ ആയിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് അങ്ങനെ പ്ലാൻ നമ്മൾ ആദ്യം വട്ടവട പോകാമെന്ന് വിചാരിച്ചെങ്കിൽ നമ്മൾ പ്രതീക്ഷ സമയത്ത് തിരിച്ച് വരില്ല. പിന്നെ പിള്ളേർ സ്കൂളിൽ പോണ പിള്ളേരുണ്ട്, ജോലിക്ക് പോണവരുണ്ട്, അവർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടാവും. ഞങ്ങൾക്കും എത്രയും വേഗം വീട്ടിൽ ചെന്നാൽ മതി, കാരണം തൂമനയല്ല സ്കൂളിൽ വിടണം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട്. പക്ഷേ ഞങ്ങൾക്ക് മാക്സിമം സ്കൈലാർക്കിൽ എൻജോയ് ചെയ്യാൻ പറ്റി കേട്ടോ. പിന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് ഓരോ ഗ്യാപ്പ് റോഡിലൊക്കെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു റെഡ് ഫാമിലി ആയില്ല. ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തല്ല ഞങ്ങൾ എടുത്തെങ്കിലും ഇട്ട് വന്നപ്പോൾ ഫുള്ളൊരു റെഡ് ഫാമിലി ആയി. നിങ്ങൾ ഞങ്ങളുടെ ട്രിപ്പിൽ കൂടുതലും ജിപ്സി ചേച്ചിനെ ആയിരിക്കും മിസ് ചെയ്തിട്ടുണ്ടാവുക. ഇപ്രാവശ്യം ജിപ്സി ചേച്ചിയും ഡുഡുക്കുട്ടിയും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഒരു കംപ്ലീറ്റ് ട്രിപ്പായിരുന്നു ഈ പ്രാവശ്യം. എല്ലാവരും മക്കളും ഒക്കെ ആയിട്ട് വന്നൊരു ട്രിപ്പ്. ഞങ്ങൾക്ക് എല്ലാ പ്രാവശ്യവും ജിപ്സി ചേച്ചിയാണ് മിസ് ആവാറുള്ളത്, ജിപ്സി ചേച്ചിയും ഡുഡുക്കുട്ടീനെയാണ്. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു കേട്ടോ. കുറേ ഫോട്ടോസ്, ഗ്രൂപ്പ് ഫോട്ടോസ്, ഞങ്ങൾക്ക് അങ്ങനെ എല്ലാവരും ചേർന്ന് നിന്നാൽ പിള്ളേരടക്കമുള്ളൊരു ഫോട്ടോ ഇല്ലായിരുന്നു. ഒരു പ്രാവശ്യം ഞങ്ങൾ എറണാകുളത്ത് പോയിട്ടുണ്ട് എല്ലാവരും ഒന്നിച്ച്, പക്ഷേ ഫോട്ടോസ് അങ്ങനെ കിട്ടില്ല. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ ഫോട്ടോ എടുത്ത് തകർത്തു. ഇത് നമ്മൾ ആ ഒരു ലേക്ക് വ്യൂ പോയിന്റിൽ പോയിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് പോയതാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഡബിൾ ഡെക്കർ സൈഡ് വ്യൂയിങ് ബസ് പോകണ കണ്ടത്. എന്നാൽ അതിലൊന്നും നമുക്ക് കയറാൻ പറ്റിയില്ല. ബസ് കാണാൻ പറ്റി എന്തായാലും, നമ്മൾ ന്യൂസിലൊക്കെ കണ്ടുള്ളെങ്കിലും അത് കാണാൻ പറ്റി. പിന്നെ ഇത് ഞങ്ങളുടെ ജോബിൻ ചേട്ടൻ എടുത്ത് തന്നൊരു വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ ഫുൾ ഫ്രണ്ട്സിൻ്റെ ഒരു വീഡിയോ ഇത്രയും ഭംഗിയിൽ എടുത്തു തരാൻ പറ്റിയത് ജോബിൻ ചേട്ടൻ്റെ കഴിവ് തന്നെയാണ് കേട്ടോ. ഒരു ഫോട്ടോഗ്രാഫറിനെ വെച്ച് അല്ലെങ്കിൽ ഒരു വീഡിയോഗ്രാഫറിനെ വെച്ച് എടുത്താൽ പോലും ഇത്രയും ഭംഗിയിൽ കിട്ടുമെന്നറിയില്ല. ഞങ്ങൾക്കത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് സോങ്ങൊക്കെ വെച്ച് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, ഭയങ്കര സന്തോഷം. എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്ത് ആരെയും മിസ്സായിട്ടില്ല എന്നുള്ളതാണ്. എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്ത് ഫോട്ടോസ്, വീഡിയോസ്. ചേട്ടൻ കൂടുതലും വീഡിയോസിലാണ് കേട്ടോ ഹൈലൈറ്റ്. ഫോട്ടോസ് അങ്ങനെയൊന്നും എടുക്കുന്നത് ഞാൻ കണ്ടില്ല. പക്ഷേ വീഡിയോ എടുക്കുന്നത് ഭയങ്കര പ്രൊഫഷണലായിട്ടാണ് എടുക്കുന്നത്. അപ്പം നിങ്ങൾ വന്നാലും പേടിക്കേണ്ട. നിങ്ങൾക്ക് വീഡിയോ ഫോട്ടോസ് എടുക്കാൻ പറ്റിയില്ലെങ്കിലും ആൾ നല്ല തകർത്ത് ഫോട്ടോസും വീഡിയോസും എടുത്ത് നല്ലപോലെ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ സ്കൈലാർക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ട് എടുക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നെ എല്ലാവരും ഇതിൻ്റെ നിന്ന് ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചാക്കോച്ചനായിരുന്നു. ഞങ്ങൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. എന്നാലും ഒരു ഇതിൽ പോയി ഇത് കപ്പിൾ ഫോട്ടോസൊക്കെ നമ്മുടെ കപ്പിൾ വീഡിയോസൊക്കെ എടുക്കുകയാണ്. റിജോ ചോട്ടൻ ജിപ്സി ചേച്ചി നിന്നിട്ട്. അപ്പോൾ അതെ ആരും ഞങ്ങൾ ശരിക്കും അവിടെ നിന്ന് ഇറങ്ങി രാത്രിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾക്ക് ഈ വീഡിയോ കിട്ടുന്നത്. കാരണം റേഞ്ച് ഇല്ലായിരുന്നു. കുറേ സബ്സ്ക്രൈബേഴ്സ് മൂന്നാറാണ് നമ്മൾ പോയെന്ന് പറഞ്ഞ് കുറേ മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ തൃശ്ശൂർ എത്തിയതിന് ശേഷമാണ് അതൊക്കെ കാണുന്നത്. കാരണം റേഞ്ച് എന്ന് പറഞ്ഞ സംഭവം എൻ്റെ ഫോണിലില്ലായിരുന്നു, ഞങ്ങൾക്ക് ആർക്കും ഇല്ലായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പം തന്നെ ഞങ്ങൾ ജോബിൻ ചേട്ടന് മെസ്സേജ് അയച്ചു. ഞങ്ങൾ വിചാരിച്ചാൽ പോലും ഇത്രയും നല്ലൊരു വീഡിയോ ഞങ്ങൾക്ക് കിട്ടില്ല. എന്തായാലും നിങ്ങൾ മൂന്നാർക്കൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു സ്പോട്ട് മിസ്സാക്കരുത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് സ്റ്റേയും, അതും നല്ല ഹൈ ഫെസിലിറ്റിയോടുകൂടെയുള്ള സ്റ്റേയും, നല്ല ഒന്നാന്തര ഫുഡും ആംബിയൻസും
മോർ ഓവർ നല്ല ഫ്രീഡത്തോടെ സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടായിട്ട് ഞാൻ പറയട്ടോ. ഞാൻ പിന്നെയും പറയാണ്, ഇത് കൊലാബറേഷനോ അവരെ പ്രൊമോട്ട് ചെയ്യാനോ പ്രൊമോഷന് വേണ്ടി ചെയ്യുന്ന ഒന്നുമല്ല. ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടെന്ന് പറയാം, ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് പറയാം. ഇപ്പോൾ റൂം സർവീസ് ആയിക്കോട്ടെ, ഫുഡ് ആയിക്കോട്ടെ, സ്റ്റാഫ് ആയിക്കോട്ടെ, അവരുടെയൊക്കെ പെരുമാറ്റവും അവരുടെ ഓരോ രീതികൾ കാണുമ്പോൾ അറിയാം നമുക്ക്. പിന്നെയും പോകാൻ തോന്നുന്ന ചില സ്ഥലങ്ങളുണ്ടെന്ന് പറയും. ചിലരൊക്കെ പോയ സ്ഥലത്ത് തന്നെ പിന്നെയും പോകണതിൻ്റെ റീസൺ എനിക്കിപ്പോൾ കുറച്ച് നാളുകളായിട്ടാണ് മനസ്സിലായത്. എനിവേ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ വൺസ് അഗെയിൻ ജോബിൻ ചേട്ടനൊരു സ്പെഷ്യൽ താങ്ക്സ്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു നല്ലൊരു ടൈം ഞങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നതിനും, നല്ലൊരു വീഡിയോ തന്നതിനും, നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയതിനും ഒക്കെ ഞങ്ങൾ ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു റിസോർട്ട് മിസ് ചെയ്യരുത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഹാപ്പി ആയിട്ട് സ്റ്റേ ചെയ്യുകയാണെങ്കിൽ വെക്കേഷന് വേഗം മൂന്നാറിലേക്ക് വിട്ടോട്ടോ. നല്ല തിരക്കുണ്ട്, സീസൺ അല്ലേ പോലും നല്ല തിരക്കായിരുന്നു. അപ്പോൾ എന്താണ്, ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഒരു മൂന്നാർ ട്രിപ്പിൻ്റെ സംഭവം. ഞാൻ വീഡിയോ എടുക്കാൻ പോലും വിചാരിച്ചില്ല, പക്ഷേ എടുത്തു തുടങ്ങിയപ്പോൾ എനിക്കൊരു സ്പോട്ടും ഇഷ്ടമായി, ജോബിൻ ചേട്ടൻ്റെ വീഡിയോ ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഒരു ബൈ ബൈ പറയുന്ന സീൻ വരെ മിസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ പോയ ട്രാവലർ ഇതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ട്രിപ്പ്. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. അതുവരെ ബൈ.